നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്? തിരുവെഴുത്തും ദൈവശക്തിയും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ തിരുവെഴുത്തുകളിൽ ദൈവശക്തിയുണ്ട്. തിരുവെഴുത്തുകളിലെ ദൈവശക്തി കാണണമോ? തിരുവെഴുത്തുകൾ നന്നായി ഗ്രഹിച്ചാൽ മതി. തിരുവെഴുത്തിനകത്ത് ദൈവശക്തിയുണ്ട്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് ശ്രദ്ധിച്ചുവോ? യേശു പറയുകയാണ്, എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ. എല്ലാവരും യേശു വിളിക്കുക, എല്ലാവരും വന്നാട്ടെ. എന്നിട്ട് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് നദി ഒഴുകുമെന്ന്. ജീവജല നദി, ജീവിപ്പിക്കുന്ന നദി, ചൈതന്യം നൽകുന്ന നദി നിങ്ങളുടെ അകത്തുണ്ട്. വിശ്വസിച്ചാൽ മതി. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്ന മാത്രയിൽ ആ നദി നിങ്ങളുടെ അകത്ത് നിന്നൊഴുകാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഇതൊരു ദൈവശക്തിയാണ്. ദൈവത്തിൻ്റെ നദി നിങ്ങളുടെ അകത്ത് നിന്നൊഴുകുന്ന ആ നദി പരിശുദ്ധാത്മാവാണ്. അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് ദൈവമുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാണ്, നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും നിങ്ങൾ കാണും. നിങ്ങളുടെ അകത്ത് ദൈവമുണ്ട്. തിരുവെഴുത്ത് പറയുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ്. നിങ്ങളുടെ അകത്തുണ്ട് ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവൻ. നിങ്ങളുടെ അകത്ത് ദൈവമുണ്ട്. അതാണ് തിരുവെഴുത്ത് പറയുന്നത്. നിങ്ങളത് വിശ്വസിക്കുന്നുവോ? ദൈവം നിങ്ങളുടെ അകത്തുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ പിന്നെയും തിരുവെഴുത്ത് പറയുന്നു, വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണും, ദൈവശക്തി കാണും, മഹത്വം കാണും. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ നമുക്ക് തിരുവെഴുത്തുകൾ എടുക്കാം, തിരുവെഴുത്തുകളെ പഠിക്കാം. അതിൻ്റെ അകത്തൊക്കെ ദൈവശക്തിയുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു ആലോചന കൈമാറുകയാണ്. എവിടെയാണോ നീ തകർക്കപ്പെടുന്നത് അവിടെ നിന്നൊരു നദി ഒഴുകും. നിന്റെ ശരീരമാണോ നിന്നെ തകർക്കുന്നത്? നിന്റെ മനസ്സാണോ നിന്നെ തകർക്കുന്നത്? നിന്റെ ആത്മാവിലാണോ നീ തകർച്ച അനുഭവിക്കുന്നത്? നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നിന്റെ വിലാപം നൃത്തമാകും. ദൈവം നിന്റെ രട്ടഴിച്ച് നിന്റെ സന്തോഷം ഉടുപ്പിക്കും. നീ തകർക്കപ്പെടുന്നു എന്ന് നിനക്ക് തോന്നുന്ന ഇടത്ത് നിന്ന് തന്നെ ജീവജല നദികൾ ഒഴുകാൻ പോവുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.